ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇന്ന് കോളേജിൽ യൂണിയൻ ഡേ ആണ്. അപ്പോൾ ഞാൻ ഓർത്തു ആ യൂണിയൻ ഡേയുടെ വിശേഷങ്ങൾ നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നുമില്ല, ഫുൾ പൊളിയാണ്. അപ്പോൾ നേരെ കോളേജിലോട്ട് പോകാം, എന്നിട്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങളും എല്ലാവരെയും കാണിച്ചൊക്കെ തരാം ഗൈസ്. നമുക്ക് വണ്ടി എടുക്കാം ഗൈസ്. വണ്ടി എടുത്തിട്ട് നേരെ ബസ് സ്റ്റോപ്പിലോട്ടാണ്. ബസ് കയറി കോളേജിലോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഈ കോളേജിലോട്ട് പോവാം. ലാലോ, ഇത് ഷുട്ടാപ്പിയാണ്. ഷുട്ടാപ്പിയുടെ സ്നേഹമാണത്. ആ, നിൻ്റെ സ്നേഹം അധികം വേണ്ട കേട്ടോ, നിന്നെ എനിക്ക് പേടിയാ. മാറിപ്പോട്ടെ. ടാറ്റാ ലല്ലു, ടാറ്റാ ടാറ്റാ. ഗൈസ്, ഞങ്ങൾ ചതഞ്ഞരഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ബാക്കി തുള്ളലുകളിലേക്ക് കിടക്കാം. ഞങ്ങൾ നേരത്തെ കാലത്തെ വന്നതാണ് തിരക്കുണ്ടാവേണ്ടിരിക്കാൻ, പക്ഷേ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അല്ലേ നീച്ച? പിന്നെ ഒട്ടും തിരക്കുണ്ടാണ്ടിരിക്കാൻ നേരത്തെ വന്ന് ബസ്സിലെ ഇടി മൊത്തം കൊണ്ടിട്ട് ഇവിടെ വന്ന് പോസ്റ്റ് അടിച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു കാര്യമില്ലാണ്ട് നേരത്തെ വന്നിട്ട് വെറുതെ ഇരിക്കുന്നു. പിന്നെ ഞങ്ങളവിടെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് നേരെ ബാക്കിയുള്ളവരെ വിളിക്കാൻ വേണ്ടി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളോട് ഹോളിലോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അവർ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വന്നു. സൂക്ഷ്മദർശിനി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സംഗീത സംവിധാനത്തിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ്. ഭീഷ്മപർവം എന്ന സിനിമയുടെ ടീസർ തീമിലൂടെ സ്വന്തം പേര് സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ എഴുതി ചേർത്ത അദ്ദേഹം സംഗീത രംഗത്തെ അഭിനിവേശത്തിന്റെയും സർഗാത്മകതയുടെയും അർപ്പണബോധത്തിന്റെയും തെളിവാണ് ഈ ജീവിതയാത്ര. ധ്വനി 2024 നിലവിളക്ക് കൊളുത്തി തെളിക്കുന്നതിനായി പ്രിയങ്കരായ ക്രിസ്റ്റോസ് സീനിയർ സാറിനെയും ഒപ്പം വിശിഷ്ട അതിഥികളെയും സ്വാഗതം ചെയ്യുന്നു. തിരികഴിച്ച് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വോട്ട് ഓഫ് താങ്ക്സ് ആയിരുന്നു. അത് ഞങ്ങളുടെ പുതിയ ചെയർമാനായിരുന്നു വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ഡാൻസും പാട്ടും ചെയർമാൻ്റെ സോളോ ഡാൻസൊക്കെ ആയിട്ട് അടിപൊളി പരിപാടികളായിരുന്നു. പിന്നെ അങ്ങോട്ട് തുള്ളലും എല്ലാമായിട്ട് അടിപൊളി പരിപാടികളായിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ ലോഹക്കുള്ളിലെ കലാഹൃദയം ഷൈൻ അച്ഛനും ശിവൻ സാറിനും ലക്ഷ്മി മിസ്സും ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി.
അതിനാണല്ലോ വന്നത് അല്ലേ ഗൗരേ? അതെ അതെ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തിറങ്ങിയില്ല. ഞാനും അനീച്ച മാത്രമായി, എല്ലാവരും പോയി. ഇനി നമുക്ക് ബസ് കയറണം. ബസ് നിർത്താറില്ല കേസ് ഇവിടെ. നമ്മളിനി അരമണിക്കൂർ ഇവിടെ നിൽക്കണം. പതുക്കെ എന്നിട്ട് വീട്ടിൽ പോകാം. 1.5 മണിക്കൂർ ഇവിടെ നമ്മളിങ്ങനെ നിന്നാലാണ് ബസ് നിർത്തുള്ളൂ. കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കണം. 1 eternity later നിർത്തുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേസ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.